ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഗാസയിൽ അക്രമം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ഭീകരർ ഗാസയിലെ തെരുവിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത് ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ തുടരവെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ രക്തചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് ഭീകരരെ കൊല്ലുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഹമാസ് ഭീകരർ എതിരാളികളായ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ പരസ്യമായി വധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായതിനു പിന്നാലെയാണ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഹമാസ് ഭീകരർ ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് ഗാസയിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നും കരാർ ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്കധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ആയുധം കൈവെടിയണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും. അത് വേഗത്തിലും ചിലപ്പോൾ രക്തരൂക്ഷിതവുമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസിനെ ലക്ഷ്യം വയ്ക്കുന്നത് US സൈന്യമായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി ഞങ്ങൾ ഗാസയിലേക്ക് പോവില്ല, ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ അവിടെ തന്നെ ആളുകളുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഗാസയിലെ തെരുവിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത്. ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് തെരുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഹമാസ് ഭീകരർ വെടിവെച്ച് കൊന്നത്. ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനിടെയാണ് അക്രമങ്ങൾ. ഭക്തിസാന്ദ്രമായി ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ. US ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയറിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് 5000-ഓളം വിശ്വാസികൾ. ഒക്ടോബർ 14 ചൊവ്വാഴ്ചയാണ് നാപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ 6ാമത് വാർഷിക ദിവ്യകാരുണ്യ പ്രദക്ഷിണം ന്യൂയോർക്ക് സിറ്റിയിൽ നടന്നത്. ആഗോള പ്രസിദ്ധിയാർജിച്ച ന്യൂയോർക്ക് നഗരത്തിലാണ് 2025 ഒക്ടോബർ 14 ചൊവ്വാഴ്ച കത്തോലിക്ക സംഘടനയായ നാപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നത്. 5000-ഓളം വിശ്വാസികളാണ് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുള്ള ദിവ്യകാരുണ്യ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. മംഗോളിയയിലെ ഉലാൻ ബാത്തറിലെ അപ്പസ്തോലിക് പ്രിഫെക്റ്റായ കർദിനാൾ ജോർജിയോ മാരാങ്കോ പ്രദക്ഷിണത്തിൽ സന്ദേശം നൽകി. ഈ രാജ്യത്തിലോ ഗ്രഹത്തിലോ പ്രപഞ്ചത്തിലോ വിശുദ്ധ കുർബാനയുടെ മൂല്യത്തെ മറികടക്കുവാൻ ഒന്നിനും കഴിയുന്നില്ലെന്നും നമുക്ക് ജീവൻ നൽകുവാൻ കഴിയുന്ന മറ്റൊന്നില്ല എന്നും കർദിനാൾ പറഞ്ഞു. അതേസമയം ദി ചോസൻ എന്ന TV പരമ്പരയിൽ യേശുവിനെ അവതരിപ്പിച്ച പ്രശസ്തനായ നടൻ ജൊനാഥൻ റൂമിയും യാത്രയിൽ സന്ദേശം നൽകിയിരുന്നു. വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്ദേശം പറഞ്ഞത്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്ന് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. ചുറ്റുമുള്ള ലോകത്തിന് മുന്നിൽ യേശുവാകാൻ TVയിൽ അവതരിപ്പിക്കേണ്ടതില്ലെന്നും വിശുദ്ധ കാർലയെപ്പോലെ ദിവ്യകാരുണ്യത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ നമുക്കിത് ചെയ്യാൻ കഴിയുമെന്നും റൂമി വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. നോർ ഈസ്റ്റർ പ്രദേശത്ത് നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം പ്രതികൂലമായ കാലാവസ്ഥയെ വകവയ്ക്കാതെ സ്തുതി ആരാധന ഗീതങ്ങളോടെ നീങ്ങി. വൈകുന്നേരം 5 മണിക്ക് തിരക്കേറിയ സമയത്താണ് ടൈംസ് സ്ക്വയറിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് സമാപനമായത്. ന്യൂയോർക്കിലെ കർദിനാൾ തിമോത്തി ഡോളനാണ് സമാപന ആശീർവാദം നൽകിയത്. അതേസമയം സെന്റ് പാട്രിക് കത്തീഡ്രൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും നേരത്തെ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരുന്നു. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ തരംഗമായി മാറിയ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ ഈശോയും മാതാവുമായി അഭിനയിക്കുന്നത് പുതിയ താരങ്ങൾ. റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ ഈശോയായി ജിം കാവിസലിന് പകരം ജാക്കോ സ്റ്റോണും മറിയമായി മായ മോർഗൻ സ്റ്റോണും പകരം കാസിയ സ്മിത്ത് നായിക്കും വേഷമിടും. യേശുവിന്റെ കുരിശുമരണ രംഗങ്ങൾ തീവ്രമായി അവതരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലേക്ക് തരംഗമായി മാറിയ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ ഈശോയായി ജിം കാവിസിയലിന് പകരം ഫിനിഷ് നടൻ ജാക്കോ ഒക്ടോണനും മറിയമായി മായ മോറഗ്സ്റ്റോണിന് പകരം പോളിഷ് നടി കാസിയ സ്മിറ്റ്നിയാക്കും വേഷമിടും. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്യുന്ന 2 ഭാഗങ്ങളുള്ള ചിത്രമായ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പ്രധാന കഥാപാത്രങ്ങളായി പുതിയ ആളുകളെ കണ്ടെത്തിയതിന് പിന്നിൽ സമയപരിധിയാണ് കാരണമെന്ന് ചിത്രത്തിന് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് 3 ദിവസത്തിന് ശേഷമാണ് തുടർഭാഗം ആരംഭിക്കുന്നത് എന്നതിനാൽ യഥാർത്ഥ അഭിനേതാക്കൾക്കായി ചിലവേറിയ ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിനു പകരം പുതിയ അഭിനേതാക്കളെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ പ്രായോഗികവും ചെലവ് കുറവുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. മോനിക്ക ബെലൂച്ചി അവതരിപ്പിച്ച മറിയം മഗ്ദലനയുടെ വേഷം ക്യൂബൻ അമേരിക്കൻ നടിയും അടുത്തിടെ പുറത്തിറങ്ങിയ മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിംഗിലെ അഭിനേത്രിയുമായ മരിയേല
ബേല ഗാരിഗയാവും അവതരിപ്പിക്കുന്നത്. പത്രോസായി പിയർ ലൂജി പസീനോ, പന്തിയോസ് പീലാത്തോസായി റിക്കാർഡോസ് കമാർസിയോ എന്നിവരും വേഷമിടും. മെൽ ഗിബ്സണും റാൻഡൽ വാലസും ചേർന്ന് രചിച്ച ഈ ചിത്രം 2 ഭാഗങ്ങളായാണ് പുറത്തിറങ്ങുന്നത്. ദി റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പാർട്ട് 1 2027 മാർച്ച് 26 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിലും, 2ാം ഭാഗം 40 ദിവസങ്ങൾക്ക് ശേഷം 2027 മെയ് 6 സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിലും റോമിലെ സിനിസിറ്റ സ്റ്റുഡിയോയിൽ ചിത്രീകരണം ആരംഭിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ ശില്പിയായ ഹമാസിന്റെ മുതിർന്ന നേതാവ് യഹ്യ സിൻവാർ എഴുതിയ ആക്രമണത്തിന്റെ രൂപരേഖ പുറത്തുവിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന. അതിർത്തി ലംഘനങ്ങൾ, സിവിലിയന്മാരുടെ കൂട്ടക്കൊലകൾ, അക്രമികളുടെ തത്സമയ സംപ്രേഷണം, IDF താവളങ്ങളും നിയന്ത്രണ കേന്ദ്രങ്ങളും പിടിച്ചെടുക്കൽ തുടങ്ങിയ ഭീകരാക്രമണ പദ്ധതികൾ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഹമാസ് നേതാവ് യഹ്യ സിൻവർ എഴുതിയ ആക്രമണത്തിന്റെ രൂപരേഖ ഒക്ടോബർ 7 ആക്രമണ പദ്ധതി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ആക്രമണങ്ങൾക്കായി ഭീകരരെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നതിനായി നിരവധി സ്ഥലങ്ങളിലെ പ്രവേശന കവാടങ്ങൾ തകർക്കണം. ആക്രമണം ആരംഭിച്ച് 10-15 മിനിറ്റുകൾക്ക് ശേഷം പദ്ധതി പ്രകാരം എല്ലാ ഭീകരരെയും അണിനിരത്തേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ IDF-നാൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാർ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്കുള്ള നിർദ്ദേശത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും രേഖയുടെ തുടക്കത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ഇങ്ങനെയാണ്. തീവ്രവാദികൾക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ഈ രൂപരേഖ 2022 ഓഗസ്റ്റിൽ തയ്യാറാക്കിയതാണ്. എങ്ങനെ ആക്രമിക്കണം, സാധാരണക്കാരെ കൊല്ലാനുള്ള നിർദ്ദേശങ്ങൾ, വീണുപോയ IDF സൈനികരെ ചവിട്ടി മെതിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, വീടുകൾ കത്തിക്കാൻ, എല്ലാ അതിക്രമങ്ങളും രേഖപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വൻതോതിലുള്ള കൂട്ടക്കൊലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സിൻവാറിന്റെ നിർദ്ദേശം, മറിച്ച് കമാൻഡ് സെന്ററുകൾ, ആശയവിനിമയങ്ങൾ, IDF താവളങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ, സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യാനും അത് ചിത്രീകരിക്കാനും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള ഉത്തരവുകൾ തുടങ്ങിയവയും ഉൾപ്പെട്ടിട്ടുണ്ട്. പദ്ധതിയിൽ 4 ഘട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ആദ്യത്തേത് പ്രാരംഭ ആക്രമണ ഘട്ടമാണ്. നിർദ്ദേശമനുസരിച്ച് വടക്കൻ ബ്രിഗേഡിന്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും തീരദേശ ക്ലസ്റ്ററിലേക്കായിരിക്കണം. ഗാസ ബ്രിഗേഡ് വടക്ക് കിഴക്കൻ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങും. സെൻട്രൽ ക്യാമ്പ് ബ്രിഗേഡ് കിഴക്കോട്ട് ചെരിഞ്ഞ് അതേ ദിശയിലേക്ക് നീങ്ങും. ഖാൻ യൂനിസ് ബ്രിഗേഡ് കിഴക്കോട്ടുള്ള ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. റഫ ബ്രിഗേഡ് തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങും. ആദ്യഘട്ടത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമെന്നും പിന്നീട് മറ്റ് പലസ്തീൻ വിഭാഗങ്ങൾ അതിൽ പങ്കുചേരുമെന്നും സിൻവാറിന്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നു. മറ്റ് ഭീകര ഗ്രൂപ്പുകളിൽ നിന്നുള്ള 100 കണക്കിന് പോരാളികൾ 3ാം ഘട്ട ആക്രമണത്തിൽ മാത്രമാണ് ചേർന്നതെന്ന് IDF അന്വേഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പൊതുജനങ്ങളെ ഭയപ്പെടുത്താനും അവരുടെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും കൂട്ടക്കൊല തത്സമയം സംരക്ഷണം ചെയ്യാൻ സിൻവാർ ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങളുടെ പ്രചരണം ഇസ്ലാമിക രാഷ്ട്രത്തെ ഇസ്രായേലിനെതിരായ പ്രചാരണത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിക്കുമെന്ന് സിൻവാർ പ്രതീക്ഷിച്ചു. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ഭീകരാക്രമണം സിൻവാറിന്റെ മാർഗനിർദ്ദേശം പൂർണ്ണമായും നടപ്പിലാക്കി. കൊലപാതകങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും തട്ടിക്കൊണ്ടുപോകലുകളുടെയും ദൃശ്യങ്ങൾ ഹമാസ് ചാനലുകളിലും ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളുടെ സാമൂഹിക മാധ്യമത്തിലും തത്സമയം സംരക്ഷണം ചെയ്തു. ചിലർ പത്രപ്രവർത്തകരായി അഭിനയിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു. പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ ക്രൈസ്തവർക്ക് നേരെ വെടിയുതിർത്ത് ഫുലാനി തീവ്രവാദികൾ. നൈജീരിയയിലെ പ്ലാറ്റോ സംസ്ഥാനത്തെ ക്രൈസ്തവ ഗ്രാമങ്ങളിൽ ഫുലാനി തീവ്രവാദികളുടെ കൊടും ക്രൂരതകൾക്കും വേട്ടയാടലിനും ദിനംപ്രതി ഇരകളായി മാറുകയാണ്. ഒക്ടോബർ 14 നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് ക്രൈസ്തവ ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് ഫുലാനി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 14 ബാർക്കിൻലാഡി ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ റാവൂരു, ഡാറ്റു, ലാവൂരു എന്നീ ഗ്രാമങ്ങളിലാണ് ആക്രമണം നടന്നത്. രാത്രിയോടെ തോക്കുധാരികളായ തീവ്രവാദികൾ ഗ്രാമങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ നാട്ടുകാരെ ലക്ഷ്യമാക്കി വെടിവെക്കുകയായിരുന്നു. റാവൂരുവിലെ മിഷൻ സെന്ററിലെ 2 വിശ്വാസികൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. നിരവധി ഗ്രാമവാസികൾ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ ഓടി ഒളിച്ചെന്ന് സാക്ഷികൾ പറയുന്നു. തുടർന്ന് തീവ്രവാദികൾ ടാറ്റു ഗ്രാമത്തിലേക്ക് നീങ്ങി. അവിടെ 10ഓളം പേർ കൊല്ലപ്പെട്ടു. അക്രമികൾ ഏകദേശം 40 പശുക്കളെ മോഷ്ടിക്കുകയും കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന് മുമ്പ് തന്നെ ഭീഷണികളും മുന്നറിയിപ്പുകളും ലഭിച്ചുവെങ്കിലും അത് സുരക്ഷാസേനയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ യാതൊരു പ്രതിരോധ നടപടിയും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്ലാറ്റോ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളായി ക്രൈസ്തവരും ഫുലാനി തീവ്രവാദികളും തമ്മിലുള്ള സംഘർഷങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ആക്രമണം നടന്നത്.
ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പുരാവസ്തു ശേഖരങ്ങൾ കണ്ടെത്തിയ ഇസ്ലാമിക രാജ്യത്ത് വീണ്ടും അതിശയിപ്പിക്കുന്ന കണ്ടെത്തലുമായി പുരാവസ്തു ഗവേഷകർ. തുർക്കിയിലെ കരാമൻ പ്രവിശ്യയിൽ നിന്നാണ് ഈ ചരിത്രപ്രധാനമായ കണ്ടെത്തൽ. ഏകദേശം 1300 വർഷം പഴക്കമുള്ള തിരുവോസ്തികളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ബാർലി ഉപയോഗിച്ച് നിർമ്മിച്ച അപ്പക്കഷ്ണങ്ങളാണ് തുർക്കി സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിൻ്റെയും കരമാൻ മ്യൂസിയത്തിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഖനനങ്ങൾ വഴി കണ്ടെത്തിയത്. ഒരു ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമായ തുർക്കിയിൽ നിന്നാണ് ക്രിസ്തുവിശ്വാസത്തിന് ഊർജം പകരുന്ന വളരെ ശ്രദ്ധേയമായ കണ്ടെത്തൽ നടന്നത്. 1300 വർഷത്തിലേറെ പഴക്കമുള്ള 5 ഓസ്തികളാണ് പുരാവസ്തു ഗവേഷകരുടെ സംഘം തെക്കൻ തുർക്കിയിലെ കരമാൻ പ്രവിശ്യയിൽ നിന്ന് കണ്ടെത്തിയത്. അതിലൊന്നിൽ വിതക്കാരനും കൃഷിക്കാരനുമായ യേശുക്രിസ്തുവിന്റെ ചിത്രവും കൂടാതെ ഗ്രീക്ക് ഭാഷയിൽ അനുഗ്രഹീതനായ യേശുക്രിസ്തുവെ അങ്ങേക്ക് നന്ദി എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. കരമാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്രാക്ടപ്പ് എന്നറിയപ്പെടുന്ന പുരാതന റോമൻ ബിസന്റീൻ നഗരമായ ഐറനോപോളിസിൽ നടത്തിയ ഖനനത്തിലാണ് ഈ അസാധാരണ കണ്ടെത്തൽ നടന്നത്. ആദിമ ക്രൈസ്തവരുടെ ആരാധനാക്രമങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അപ്പങ്ങളാണ് ഇവ. 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ പ്രത്യേകിച്ച് ബിസന്റീൻ കാലഘട്ടത്തിൽ ബാർലി ഉപയോഗിച്ച് നിർമ്മിച്ച അപ്പങ്ങൾ കാർബണായി മാറിയ അവസ്ഥയിലാണ് കണ്ടെത്തിയത്. കണ്ടെത്തിയ സ്ഥലത്ത് ഓക്സിജൻ രഹിത അന്തരീക്ഷമായിരുന്നുവെന്നും അസാധാരണമാവിധം നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും ഗവേഷകർ വെളിപ്പെടുത്തി. ആലേഖനം ചെയ്യാറുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപം കാലക്രമേണ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്ന് സൂചന നൽകുന്നതാണ് കണ്ടുപിടുത്തമെന്ന് സ്പെയിനിലെ മാഡ്രിഡിലുള്ള സി യുവാൻ പാബ്ലോ സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസറായ ജിയോവാനി കൊളമാറ്റി പറഞ്ഞു. തുർക്കിയിലെ ഉദ്യോഗസ്ഥരും പുരാവസ്തു ഗവേഷകരും കരമാൻ മ്യൂസിയവും ഈ കണ്ടെത്തലിന് ആധികാരികത നൽകിയിട്ടുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലാണ് കൂടിക്കാഴ്ച. അതേസമയം ഗാസ സമാധാന പദ്ധതിയുടെ പ്രതിഫലനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വ്യക്തമാക്കി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ താനും പുടിനും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചു. പുടിനുമായുള്ള ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല. നേരത്തെ യുക്രൈൻ വിഷയത്തിൽ ഇരു നേതാക്കളും ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു. ഗാസയിൽ സമാധാന കരാർ കൊണ്ടുവന്നതിൽ പുടിൻ തന്നെ അഭിനന്ദിച്ചതായി ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമാധാനം യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും. US-ൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയാണ് സെലൻസ്കി അമേരിക്കയിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. ഗാസയിൽ ഭീകരതയും യുദ്ധവും തടഞ്ഞ വേഗത യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു. US നിർമ്മിത ടോമാഹോക്ക് മിസൈലുകൾക്കായി സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെടും. ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുടിൻ ട്രംപുമായി സംസാരിച്ചതായി പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂരി ഉഷാക്കോവ് പറഞ്ഞു. മിസൈൽ നൽകിയാൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലെ ബന്ധത്തിന് വലിയ തകരാർ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൂത്തി ഭീകരരുടെ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് അൽ ഗമാരിയുടെ മരണം സ്ഥിരീകരിച്ചു. ഹൂത്തി ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ഗമാരിക്ക് പരിക്കേറ്റിരുന്നു. 2 മാസം മുമ്പാണ് ആക്രമണം ഉണ്ടായത്. യമനിലെ ഹൂത്തി ഭീകരരുടെ സൈനിക മേധാവി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ പിന്തുണയുള്ള സംഘം സ്ഥിരീകരിച്ചു. മുതിർന്ന സൈനിക വ്യക്തികളിൽ ഒരാളും ഭീകരനേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ വലംകൈയുമായ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഗമാരിയാണ് കൊല്ലപ്പെട്ടത്. ഹൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ഗമാരിക്ക് പരിക്കേറ്റിരുന്നു. സെപ്റ്റംബർ അവസാനം യമനിൽ ഹൂത്തികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. ആക്രമണത്തിൽ അൽ ഗമാരിയും അദ്ദേഹത്തിന്റെ മകൻ ഹുസൈനും നിരവധി അംഗരക്ഷകരും കൊല്ലപ്പെട്ടു. ഹൂത്തികളുടെ ഉന്നത സൈനിക തന്ത്രജ്ഞരിൽ ഒരാളായും ഒന്നിലധികം മുന്നണികളിലെ പോരാട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഭീകരസേനയുടെ കമാൻഡറുമാണ് അൽ ഗമാരി. 2016-ലാണ് അൽ ഗമാരി ഹൂത്തി സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിക്കപ്പെട്ടത്. അതേസമയം ഹൂത്തി ഉന്നത കമാൻഡർമാരെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അൽ ഗമാരിയുടെ മരണം ഹൂത്തികളുടെ മുതിർന്ന നേതൃഘടനയുടെ ഗതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സ്പെയിനിലെ ബാഴ്സലോണയിൽ പാലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധത്തിൽ ആക്രമണത്തിന്റെ ശൈലി തെരഞ്ഞെടുത്തത് പ്രതിഷേധക്കാർ. ഏകദേശം 1000-ഓളം വരുന്ന പാലസ്തീൻ അനുകൂലികളാണ് ബാഴ്സലോണയിലെ ഇസ്രായേൽ കോൺസുലേറ്റിലേക്ക് പ്രതിഷേധവുമായി വന്നെത്തിയത്. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഗാസയിലെ ഇസ്രായേൽ മിലിറ്ററിയോട് ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ സ്പെയിനിന്റെ തെരുവിൽ ആക്രമണങ്ങൾ നടത്തിയത്.
ആയിരക്കണക്കിന് പാലസ്തീൻ അനുകൂലികളാണ് പാലസ്തീൻ പതാകകൾ പൊക്കിപ്പിടിച്ച് ബാഴ്സലോണയുടെ തെരുവിലൂടെ ഇസ്രായേൽ കോൺസുലേറ്റിലേക്ക് പ്രതിഷേധവുമായി വന്നെത്തിയത്. കൂടാതെ പാലസ്തീൻ അനുകൂലികളെ നിയന്ത്രിക്കുവാൻ ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ തെരുവിൽ സജ്ജമായിരുന്നു. സ്പെയിനിലെങ്ങും പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പ്രതിഷേധം. ക്രമേണ പ്രതിഷേധം അക്രമാസക്തമാവുകയും ട്രാഷ് ബിന്നുകളും കടകൾക്കും പാലസ്തീൻ അനുകൂലികൾ തീയിടുകയും പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 15 പേരെയോളം പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു. ചൈനയിലെ ഭൂഗർഭ സഭകളിൽ ജിൻ മിംഗ്രി അടക്കം 30 ക്രൈസ്തവ നേതാക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് 10 ചൈനീസ് ഉദ്യോഗസ്ഥർ ക്രൈസ്തവ നേതാക്കളുടെ വീട്ടിലെത്തുകയും കാരണം കൂടാതെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈന എയ്ഡാണ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അതേസമയം അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. ക്രിസ്ത്യൻ സഭയായ സയോൺ ചർച്ചിനോട് ബന്ധമുള്ള പാസ്റ്റർ ജിൻ മിംഗ്രി ഉൾപ്പെടെ 30 പേരെ ചൈനീസ് അധികാരികൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ അറസ്റ്റ് ചെയ്ത സംഭവം വൻ വിവാദങ്ങൾക്കാണ് കാരണമായത്. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ചൈനയിൽ നടന്നതിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ അറസ്റ്റ് എന്നാണ് മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ജിൻ മിംഗ്രിയെ തെക്കൻ ചൈനയിലെ ഗ്വാങ്സി പ്രവിശ്യയിലെ ബെയ്ഹായ് നഗരത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വിവരശൃംഖലകളുടെ അനധികൃത ഉപയോഗം എന്ന കുറ്റം ചുമത്തി ബെയ്ഹായ് 2ാം ജയിലിൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ബീജിംഗ്, ഷാങ്ഹായ് ഉൾപ്പെടെ 10 നഗരങ്ങളിലായി പോലീസ് നടത്തിയ ഏകോപിതമായ റെയ്ഡിലൂടെയാണ് സയോൺ സഭയുമായി ബന്ധപ്പെട്ട നിരവധി പാസ്റ്റർമാരെയും അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തത്. ചിലരെ പിന്നീട് വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇപ്പോഴും തടവിലാണ്. അച്ഛൻ മറ്റൊരു പാസ്റ്ററുടെ അറസ്റ്റ് സംബന്ധിച്ച് പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം അയച്ചതിന് പിന്നാലെ ഞങ്ങൾക്ക് അമ്മയുമായി ബന്ധപ്പെടാനായില്ല, ഉടൻ തന്നെ അച്ഛനെയും പിടിച്ചെന്നറിയിച്ചു. അമേരിക്കയിൽ താമസിക്കുന്ന പാസ്റ്ററുടെ മകൾ ഗ്രേസ് ജിൻ ഡ്രെക്സൽ പറഞ്ഞു. 2007 ബീജിംഗിലാണ് സയൺ ചർച്ച് ആരംഭിക്കുന്നത്. ആദ്യം വെറും 20 പേർ മാത്രമുണ്ടായിരുന്ന സഭ വളരെ വേഗത്തിൽ വളർന്ന് ഇന്ന് 40ഓളം നഗരങ്ങളിലായി 10,000-ലധികം വിശ്വാസികളുള്ള വലിയ ശൃംഖലയായി മാറി. 2018 ചൈനീസ് അധികാരികൾ സഭായോഗങ്ങളിലും ആരാധനാലയങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സഭ നിരസിക്കുകയും പിന്നീട് സയൺ ചർച്ചിനെ ചൈനയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു. ചൈനയിലെ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിന് പരിമിതമായ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അംഗീകരിച്ച കാത്തലിക് പാട്രിയോട്ടിക് അസോസിയേഷന്റെയും 3 സെൽഫ് മൂവ്മെന്റും മാത്രമേ നിയമപരമായ സഭകളായി അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അധികാരികളുടെ വിലയിരുത്തലനുസരിച്ച് ചൈനയിൽ ഏകദേശം 38 ലക്ഷം പ്രൊട്ടസ്റ്റന്റുകളും 6 ലക്ഷം കത്തോലിക്കരുമുണ്ട്. പക്ഷേ അവയിൽ ഉൾപ്പെടാത്ത അണ്ടർഗ്രൗണ്ട് സഭകൾ വഴി ആരാധിക്കുന്ന 10,000-കണക്കിന് വിശ്വാസികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2018 നടപ്പാക്കിയ കർശനമായ മതനിയമങ്ങൾ, ഓൺലൈൻ പ്രസംഗങ്ങൾക്ക് സർക്കാർ അനുമതി നിർബന്ധമാകുന്ന പുതിയ നിയമങ്ങൾ തുടങ്ങിയവയിലൂടെ അധികാരികൾ നിയന്ത്രണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ അറസ്റ്റിനെ ശക്തമായി വിമർശിച്ചു. ചൈനീസ് പൗരന്മാർക്ക് മതവിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ എല്ലാ മതപ്രവർത്തനങ്ങളും നിയമാനുസൃതമായിരിക്കണം, ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞു. ദേശീയ തലത്തിൽ നടക്കുന്ന ഏകോപിതമായ ഏറ്റവും വലിയ ക്രിസ്ത്യൻ അറസ്റ്റ് ആണിത്. ഇതോടെ കൂടുതൽ സഭകൾക്കും ഭീഷണി നേരിടേണ്ടി വരും. ക്രിസ്ത്യൻ അഭിഭാഷക സംഘടനയായ ലൂക്ക് അലയൻസ് സ്ഥാപകൻ കൊറി ജാക്സൺ പറഞ്ഞു. ഡസൻ കണക്കിന് പാസ്റ്റർമാരാണ് ചൈനീസ് അധികൃതരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നത്. ഇത്തരത്തിൽ നിരവധി പേരെയാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2018 ശേഷം ഏറ്റവും വലിയ ക്രിസ്ത്യാനികൾക്കെതിരായ നടപടിയാണിത്. കഴിഞ്ഞയാഴ്ച ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ നാടകീയമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ചൈനയും അമേരിക്കയുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് പാസ്റ്റർമാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. പോലീസ് 150-ലധികം വിശ്വാസികളെ ചോദ്യം ചെയ്തതായും സമീപമാസങ്ങളിൽ നേരിട്ടിട്ടുള്ള ഞായറാഴ്ച ശുശ്രൂഷകളിൽ പീഡനം വർദ്ധിപ്പിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. രാജ്യവ്യാപകമായി 30 പാസ്റ്റർമാരെയും സഭാംഗങ്ങളെയും അധികാരികൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് 5 പേരെ വിട്ടയച്ചു. ഏകദേശം 20 പാസ്റ്റർമാരെയും സഭാ നേതാക്കളെയും തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്നാണ് സഭ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടു, എങ്കിലും അവർ വിശദീകരണം നൽകിയിട്ടില്ല. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.